കായംകുളം എം.എൽ.എ. യു പ്രതിഭയുടെ മകനടങ്ങുന്ന സംഘത്തിന്റെ കയ്യിൽ നിന്നും എക്സൈസ് സംഘം കഞ്ചാവ് പിടികൂടി എന്ന വാർത്ത ആദ്യം പുറത്തു വരുന്നു. പിന്നാലെ ഈ മകന്റെ അമ്മ കൂടിയായിട്ടുള്ള ജനപ്രതിനിധി യു പ്രതിഭ ഈ വാർത്ത കൊടുത്ത മാധ്യമ പ്രവർത്തകരെ ആകെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് 2 തവണ ഫേസ്ബുക്ക് ലൈവിലൂടെ രംഗത്തെത്തി. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ, ഒപ്പം തന്നെ യു പ്രതിഭ ഗുരുതരമായ ആരോപണം ഉന്നയിക്കപ്പെട്ട മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ, ആലപ്പുഴയിലെ 24-ന്റെ റിപ്പോർട്ടർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ആദ്യമേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിഭയെ അനുകൂലിക്കുന്നവരും പിന്തുണയ്ക്കുന്നവരുമായിട്ട് പാർട്ടിക്കകത്തു നിന്നും പുറത്തുനിന്നും ഒരുപാട് ആളുകൾ, സൈബർ ലോകത്തെ ഒരുപാട് ആളുകളുണ്ട്. അവരോട് എനിക്ക് ആദ്യമേ പറയാനുള്ളത്, ഈ ഒരു വാർത്ത തുടക്കം മുതൽ ആ വാർത്ത ഇതുവരെ എത്തി നിൽക്കുന്ന, അല്ലെങ്കിൽ യു പ്രതിഭ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് നടത്തിയ പ്രതികരണങ്ങൾ, വാർത്തകളിൽ പോലും ഒരു തരത്തിലും ഏതെങ്കിലും തരത്തിലുള്ള പ്രതികാര മനോഭാവത്തോടുകൂടി, യു പ്രതിഭയുടെ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തി വൈരാഗ്യത്തോടുകൂടി ഇതുവരെയും ഈ വാർത്തയോ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തെ സംബന്ധിക്കുന്ന ഒരു കാര്യങ്ങളിലും ഞാൻ ഇടപെട്ടിട്ടില്ല എന്നതൊരു വസ്തുതയാണ്. ആദ്യം എന്താണ് ഉണ്ടായത് എന്നതിന് മുൻപ് യു പ്രതിഭ ഉന്നയിക്കുന്ന ആരോപണങ്ങളെ സംബന്ധിച്ചാണ്. ഈ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടതിൽ ഒരാൾ ഞാനാണ്. ഞാൻ പണം വാങ്ങിയാണ് ഈ വാർത്ത കൊടുത്തതെന്നുള്ള ആരോപണം യു പ്രതിഭ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകളോ കാര്യങ്ങളോ സമർത്ഥിക്കാൻ യു പ്രതിഭയ്ക്ക് തയ്യാറാകണം. ഇനി അതല്ല, തീരെ ഒരു ഇടത് ജനപ്രതിനിധി എന്ന നിലയിൽ ഒട്ടും യോജിക്കാത്ത തരത്തിലുള്ള ഭാഷയിൽ യു പ്രതിഭ നടത്തിയിട്ടുള്ള പരാമർശങ്ങളുണ്ട്. എല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല, ഒരുപാട് കാര്യങ്ങളും അത് സമൂഹ മധ്യത്തിൽ എല്ലാവരും കേട്ടതാണ്. മാംസം ഭക്ഷിച്ചുകൂടെ എന്നാണ് അവർ ചോദിക്കുന്നത്. ഒരു മാധ്യമ പ്രവർത്തനം കൂടി, ഇതിലും നല്ലത് മാംസം ഭക്ഷിച്ചുകൂടെ എന്നാണ്. ഒപ്പം തന്നെ വീട്ടിലുള്ള കുടുംബത്തെ, അമ്മയെ, സഹോദരിയെ അവഹേളിക്കുന്നു. വ്യക്തിപരമായി ഇന്ന ചാനലിലെ റിപ്പോർട്ടറിനെ പറ്റി പറയുന്നു. ഒപ്പം തന്നെ മീഡിയയിലെ റിപ്പോർട്ടറിനെ മതപരമായി തന്നെ അയാളെ അടയാളപ്പെടുത്തി അങ്ങനെ ഒരു വിഷയത്തെ ഗുരുതരമായ ഒരു ആരോപണമായി ഉന്നയിക്കുന്നത് വളരെ സീരിയസ് ആയി കാണേണ്ട ഒരു അവഹേളനമായിട്ടാണ് എനിക്ക് എല്ലാവർക്കും തോന്നിയത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഒന്നുകൂടി ആളിക്കത്തിയത് യു പ്രതിഭയുടെ ഇത്തരത്തിലുള്ള വിമർശനങ്ങളും ഈ അവഹേളനവുമാണ്. ഒരു തരത്തിൽ ഈ ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്തണം, അവരെ സംരക്ഷിച്ച് കൂടെ കൊണ്ടുപോകണം എന്നത് തങ്ങളുടെ രാഷ്ട്രീയ സിദ്ധാന്തമാക്കിയിട്ടുള്ള ഒരു പാർട്ടിയുടെ മുന്നണി പോരാളിയായി, പ്രത്യേകിച്ചും ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഒക്കെ തന്നെ മുന്നണി പോരാളിയായി നിൽക്കുന്ന ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള മതപരമായ ചേരിതിരിവ് തോന്നുന്ന തരത്തിലുള്ള അത്തരത്തിലുള്ള പരാമർശങ്ങൾ അതീവ ഗുരുതരമായിട്ടാണ് സമൂഹം മനസ്സിലാക്കുന്നതെന്നാണ് എനിക്ക് നിലവിൽ തോന്നിയിട്ടുള്ളത്. ഇനി എന്താണ് സംഭവിച്ചത് എന്നാണ്, ആ വാർത്തയുടെ തുടക്കത്തെ പറ്റിയാണ്. ഇനി എന്താണ് സംഭവിച്ചതെന്നാണ്. ഡിസംബർ 28 ഉച്ചയോടുകൂടിയാണ് ഒരു വിവരം ലഭിക്കുന്നത്. ആലപ്പുഴ തകഴി പഞ്ചായത്ത് 6-ാം വാർഡിൽ വിരിപ്പാല എന്ന സ്ഥലത്ത് നിന്ന് 9 പേരെ കഞ്ചാവുമായി പിടികൂടുന്നു എന്നൊരു വിവരം മാത്രമാണ് എനിക്ക് ലഭിക്കുന്നത്. ആദ്യമേ ഞാൻ പറയട്ടെ, ഈ വാർത്ത ആദ്യം ലഭിക്കുന്ന സമയത്ത് ആ വാർത്തയ്ക്ക് ഒരു രാഷ്ട്രീയമുണ്ടായിരുന്നു. ആ വാർത്ത എന്നെ വിളിച്ച് പറഞ്ഞ കൂട്ടത്തിൽ ആദ്യം ഉണ്ടായിരുന്ന ആളുകൾ RSSന്റെയും ഒപ്പം തന്നെ കോൺഗ്രസിന്റെ പ്രവർത്തകരായിരുന്നു ഈ രീതിയിൽ വിളിച്ചു പറഞ്ഞു. അതിൽ യു പ്രതിഭയുടെ മകന്റെ കൈവശം നിന്നും വലിയ അളവിൽ കഞ്ചാവ് പിടിച്ചു എന്നുള്ള വാർത്ത ഉച്ചയ്ക്ക് ഏകദേശം ഒരു 2 മണിക്ക് ശേഷം എനിക്ക് ലഭ്യമാവുകയാണ്. പക്ഷേ ആ വാർത്തയെ സംബന്ധിച്ച് ഞാൻ പിന്നീട് അന്വേഷണം നടത്തി 2 മണിക്കൂറിലധികം, 2.5 മണിക്കൂറോളം അന്വേഷണം നടത്തി അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് ബോധ്യപ്പെട്ട് വസ്തുത മാത്രം മനസ്സിലാക്കിക്കൊണ്ടുള്ള വാർത്തയാണ് കൊടുത്തത്. വാർത്ത കൊടുത്തതിൽ യു പ്രതിഭ MLA-യുടെ മകൻ അടങ്ങുന്ന സംഘത്തിൽ നിന്നും കഞ്ചാവ് പിടിച്ചെടുത്തു. 90 ഗ്രാം കഞ്ചാവാണ് പിടിച്ചെടുത്തത്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. കാരണം അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ലായിരുന്നു. ഇത് സംബന്ധിച്ച് ഈ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന കുട്ടനാട് എക്സൈസ് റേഞ്ചിന്റെ സ്പെഷ്യൽ സ്ക്വാഡാണ് അവിടെ ഈ പരിശോധനയ്ക്ക് എത്തിയത്. അവർക്ക് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മദ്യപാനമാണെന്ന് കരുതി അവിടേക്ക് എത്തുമ്പോൾ അവർ കാണുന്നത് ഈ യുവാക്കൾ 9 പേർ അവിടെ കഞ്ചാവ് ഉപയോഗിക്കുന്നതാണ്. കൃത്യമായ വിവരം അവിടെയുള്ള ജനപ്രതിനിധികൾ, നിഷ്പക്ഷരായ ആളുകൾ, ഒപ്പം തന്നെ ഡിപ്പാർട്ട്മെന്റ് തലത്തിലെ ആളുകൾ, പോലീസ് രഹസ്യ അന്വേഷണ വിഭാഗത്തിലെ ആളുകൾ, അങ്ങനെ പലതരത്തിലുള്ള ആളുകളുമായി സംസാരിച്ച ശേഷമാണ് ഈ വാർത്തയുടെ ഒരു വസ്തുതയെപ്പറ്റി മനസ്സിലാക്കുന്നത്. അന്ന് വൈകിട്ടോടുകൂടി യു പ്രതിഭയുടെ പ്രതികരണം ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് അടക്കം എടുക്കാൻ തകഴിയിലെ വീട്ടിലേക്ക് എത്തുന്നു. പക്ഷേ 24-നെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് മീഡിയ 1-നും റിപ്പോർട്ടറിനും മാത്രമായിരുന്നു യു പ്രതിഭ പ്രതികരണം കൊടുത്തത്. ഒപ്പം തന്നെ
തന്നെ ആ സമയം മുതലേ ഈ പ്രതിഭ 24-നെതിരെയും മറ്റ് മാധ്യമങ്ങൾക്കെതിരെ കൂടിയും ഇത് വ്യാജ വാർത്തയാണ് എന്ന തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചു. എന്നെ വ്യക്തിപരമായി ഈ പ്രതിഭ എന്നെ ഫോണിൽ വിളിച്ച് എന്നെ വെല്ലുവിളിച്ചു. ഈ എക്സൈസ് സംഘം ഇങ്ങനെ പിടിച്ചെടുത്തിട്ടില്ല, അവരെ ചോദ്യം ചെയ്യുക മാത്രമാണ് ചെയ്തത്. മനീഷ് ഈ പണി നിർത്തുമോ, അല്ലെങ്കിൽ മനീഷ് വലിയ വില കൊടുക്കേണ്ടി വരും, എക്സൈസ് കേസ് എടുത്തിട്ടില്ല എന്ന് ഉറച്ച നിലപാടിൽ എന്നോട് പറഞ്ഞു. ആ രാത്രിയിൽ യു പ്രതിഭയുടെ പരാമർശങ്ങൾ വലിയ കോളിളക്കമുണ്ടാക്കി. മാധ്യമപ്രവർത്തകരെ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ സംശയത്തിന്റെ നിഴലിലായിരുന്നു. ഈ വാർത്തയുടെ ആധികാരികതയെ സംബന്ധിച്ച് പല വിധത്തിലുള്ള ചോദ്യങ്ങൾ പല രീതിയിൽ നമുക്ക് നേരെ തിരിഞ്ഞു വന്നു. പക്ഷേ രാവിലെ നമുക്ക് എല്ലാവർക്കും ലഭ്യമാകുന്ന എക്സൈസിന്റെ ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള സൈറ്റിൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള FIR അവർ തന്നെ അപ്ലോഡ് ചെയ്തതാണ് ഈ വാർത്തയുടെ ആധികാരികത ഒന്നുകൂടി വ്യക്തമാക്കിയത്. ആ വാർത്ത കൂടി ആദ്യം കൊടുത്തതും 24 അല്ല. ആ വാർത്ത വളരെ ആലോചിച്ച് അത് FIR അത് പോലീസിന്റെ എക്സൈസിന്റെ ക്രൈം ആൻഡ് ഒക്കറൻസ് റിപ്പോർട്ടാണെന്ന് ബോധ്യപ്പെട്ട് അതിലെ പ്രതിപട്ടിക എല്ലാം മനസ്സിലാക്കിയ ശേഷമാണ് ആ വാർത്ത കൊടുക്കുന്നത്. അതോടുകൂടി ആ വാർത്ത ആധികാരികമായി തന്നെ കൊടുത്തതാണെന്നുള്ളത് ഏറ്റവും വലിയ വ്യക്തമായ തെളിവായിരുന്നു അത്. പക്ഷെ അതിനുശേഷമാണ് യു പ്രതിഭ പിന്നീടും ഇത്തരത്തിൽ ഈ ഒരു FIR റിപ്പോർട്ട് എങ്ങനെ കിട്ടി, അത് അവർക്ക് പോലും അങ്ങനെ കേസ് പോലും എടുക്കാത്ത സാഹചര്യത്തിൽ എങ്ങനെ റിപ്പോർട്ട് കിട്ടി,